റഷ്യ ഉക്രൈൻ യുദ്ധം അവസാന നാളുകളിലേക്കാണോ അതോ സെലൻസ്കിയെ മുൻനിർത്തി മുൾമുനയിൽ നിർത്തുന്നു എന്ന് പറഞ്ഞ പോലെ ട്രംപ് ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് അടുക്കുകയാണോ ചെയ്യുന്നത്? ഇതിപ്പം വളരെ ഒരു സാമാന്യ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെ വ്യക്തമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ സെലൻസ്കിയുടെ ഒരു ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ യുക്രൈൻ്റെയും അതോടൊപ്പം തന്നെ നാറ്റോയുടെയും ഒരു പരാജയമാണ് നമ്മൾ കാണുന്നത്. കാരണം സെലൻസ്കിക്ക് ഇനി ഒരു പീസ് ഡീലിലേക്ക് പോകാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ വരുന്ന ആഴ്ച സൗദി അറേബ്യയുടെ മധ്യസ്ഥത്തിൽ അപ്പോൾ അമേരിക്കയുടെ പ്രതിനിധിയും യുക്രൈൻ്റെ പ്രതിനിധിയും അത് സെലൻസ്കി ആണോ എന്നുള്ളത് പോലും ഒരു ആശയക്കുഴപ്പത്തിലാണ്. കാരണം എന്ന് വെച്ചാൽ റഷ്യ സെലൻസ്കി അംഗീകരിക്കുന്നില്ല, ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള പ്രസിഡന്റ് അല്ല എന്നുള്ളൊരു നിലപാടിലാണ്. സെലൻസ്കിയായിട്ട് സംസാരിക്കില്ല എന്ന ഒരു നിലപാട് നേരത്തെ തന്നെ റഷ്യ എടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇതിനിടയ്ക്ക് സെലൻസ്കിയെ മാറ്റുന്നതിനെ കുറിച്ചിട്ട് ട്രംപിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ ചർച്ചയും നടക്കുന്നുണ്ടായിരുന്നു. അവിടെയുള്ള പ്രതിപക്ഷ നേതാക്കളോട്ടൊക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് സാർ. അപ്പം രണ്ടായാലും ഏത് കണ്ടീഷനാണെങ്കിലും സെലൻസ്കിക്ക് അവസാനം അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ റഷ്യ ഉക്രൈൻ വാർ തുടങ്ങിയ സമയത്ത്, യുദ്ധം തുടങ്ങിയ സമയത്ത് നമ്മുടെ ഇവിടെ എല്ലാവർക്കും വലിയ ഹീറോ ആയിരുന്നു സെലൻസ്കി. അന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അറിയാം, ഈ ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു കോമാളിയായി മാറാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഈ സെലൻസ്കി. ആ കോമാളി, അദ്ദേഹത്തിൻ്റെ കോമാളിത്തരത്തിന് കൊടുക്കേണ്ടി വന്ന വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ നാശം, ആയിരക്കണക്കിന് ആളുകളുടെ മരണം, ദുരിതങ്ങൾ, ജീവിതം മുഴുവൻ തറമറായി, കുട്ടികൾ, വിദ്യാർത്ഥികൾ, സ്ത്രീകൾ, എത്രയോ പേരുടെ ഇനി ജീവിച്ചിരിക്കുന്നവരുടെ ജീവിതം പോലും നരകതുല്യമായി. അത് ഏകദേശം ഒരു അവരുടെയൊക്കെ ജീവിതത്തിൽ സാധാരണഗതിയിലേക്ക് വരണമെങ്കിൽ തന്നെ ഇനിയും ദശാബ്ദങ്ങളെടുക്കും. അപ്പോൾ അത്തരത്തിലൊരു ഒരു 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 എന്താ പറയുക, ഒരു വളരെ ഒരു കോമാളിത്തരമാണ് ഈ സെലൻസ്കി ചെയ്തത്. ഇപ്പോഴെടുത്ത് നോക്കുക, ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ബൈഡൻ്റെ കാലഘട്ടത്തിലാണെങ്കിലും ഇപ്പോൾ പിന്നെ ട്രംപിൻ്റെ ആണെങ്കിലും, ട്രംപ് എന്ന് വെച്ചാൽ പക്ക ബിസിനസ്സുകാരനാണ്, നേരിട്ടുള്ള ബിസിനസ്സാണ് ട്രംപിൻ്റെ സംഗതി. മറിച്ച് ബൈഡൻ അതല്ല. അമേരിക്കയുടെ പഴയ ഒരു പോളിസിയുണ്ട്, അതായത് നേരിട്ടിടപെടാതെ മറ്റുള്ളവരെ കൊണ്ട് ഇടപെടിച്ചിട്ട് തങ്ങളുടെ കാര്യത്തിലേക്ക് തങ്ങളുടെ ലാഭത്തിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ കഴിഞ്ഞ 23-24 അമേരിക്കയുടെ വിപണി അല്ലെങ്കിൽ ആയുധ വിൽപ്പനയിൽ അവരുടെ GDP-യുടെ 4% ഇൻക്രീസ് വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അത്രയധികം അവിടുത്തെ അമേരിക്കൻ ആയുധ കമ്പനികൾക്ക് ബൈഡൻ ചെയ്തു കൊടുത്ത ഒരു സഹായം, അതോടൊപ്പം ഒരു സ്വാഭാവികമായിട്ടും അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയിലേക്കും ചെന്ന സാധനം. പക്ഷെ ഇവിടെ മറിച്ച് ട്രംപ് അധികാരത്തിൽ വരുന്ന സമയത്ത് അതിനേക്കാൾ ലാഭമുള്ളൊരു ബിസിനസ്സിലേക്കാണ് ട്രംപ് പോകുന്നത്. കാര്യം കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ വൈറ്റ് ഹൗസിൽ നമ്മളെല്ലാവരും കണ്ടതാണ് ട്രംപും സെലൻസ്കിയും തമ്മിലുള്ള ചർച്ചയിൽ അങ്ങോട്ടുള്ള വഴക്കടിക്കൽ നമ്മൾ കണ്ടതാണ്. എന്നിട്ട് അവിടെ വന്ന അവസാനം ഇയാളെ അടിച്ചു പുറത്തിറക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അവിടെയും കണ്ടത് ഒരു അപക്വതയാണ് കണ്ടത്. ഒരു രാജ്യത്തിൻ്റെ തലവൻ എന്ന നിലയിൽ പാലിക്കേണ്ട ചില മര്യാദകളൊക്കെ പാലിക്കാൻ മറന്നുപോയിട്ട് ഇമോഷണലായ ഒരു വൈകാരികമായി പ്രതികരിക്കുന്ന സെലൻസ്കിയാണ് കണ്ടത്. അതൊക്കെ അയാളുടെ ഒരു പരിമിതിയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇത്രയും പരിമിതിയുള്ളൊരു മനുഷ്യൻ ഒരു രാജ്യത്തെ യുദ്ധത്തിലേക്ക് പോകാനായിട്ട് തീരുമാനമെടുത്തു എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ഗൗരവം കിടക്കുന്ന സാധനം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് അമേരിക്കയുടെ താല്പര്യത്തിന് വിധേയമായിക്കൊണ്ട് അമേരിക്ക ശരിക്കും പറഞ്ഞാൽ സെലൻസ്കിയെ ബൈഡൻ ഒരു കളിപ്പാവയാക്കിയായിരുന്നു ചെയ്തത്. അങ്ങനെയാണ് നാറ്റോയും അമേരിക്കയുടെ കൂടെ കൂടുന്നു. അമേരിക്ക സ്വാഭാവികമായിട്ട് നാറ്റോ അംഗമാണ്. ട്രംപ് വന്നപ്പോഴുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ട്രംപ് വളരെ ഈ പറഞ്ഞതുപോലെ അമേരിക്ക എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ പുള്ളിക്കുള്ളൂ. അത് നേരിട്ടുള്ള ബിസിനസ്സിലാണ് ട്രംപിൻ്റെ താല്പര്യം. ഇപ്പം ട്രംപിൻ്റെ ഏക താല്പര്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക സാമ്പത്തികമായിട്ട് യുക്രൈന് ചെയ്ത സഹായത്തിൻ്റെ മുഴുവൻ തിരിച്ചു പിടിക്കുക, അതോടൊപ്പം തന്നെ ഭാവിയിലേക്കുള്ള സേവ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഈ യുക്രൈനിലുള്ള ധാതു ലവണങ്ങൾ, റെയർ എർത്ത്, അത് അടിച്ചുകൊണ്ട് പോവുക എന്നുള്ളത് തന്നെയാണ് കൃത്യമായ ലക്ഷ്യം. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒപ്പിടാൻ വേണ്ടിയിട്ടാണ് സെലൻസ്കിയെ കഴിഞ്ഞ തവണ വിളിച്ചത്. അത് ശേഷം അവരുടെ തമ്മിലുള്ള ആ ഒരു വാക്കുകൾ കൊണ്ടുള്ള അവർ അവിടെ വെച്ചിട്ട് ശരിക്കും തന്നെ തെറ്റിപ്പിരിയായിരുന്നു. തുടർന്ന് ട്രംപ് അവിടേക്കുള്ള മിലിറ്ററി എയ്ഡ് അവസാനിപ്പിച്ചു.
മിലിറ്ററി എയ്ഡ് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഉക്രൈന് 6 മാസം യുദ്ധം ചെയ്യാനുള്ള ആയുധങ്ങൾ ഉക്രൈൻ്റെ ആയുധപ്പുരയിലുണ്ട്. പക്ഷെ അവർക്ക് യുദ്ധം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്ന സംഗതി ഇൻ്റലിജൻസ് ആണ്. ആ ഇൻ്റലിജൻസിൻ്റെ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഇൻ്റലിജൻസ് ഈ വളരെ രഹസ്യ മർമ്മ വിവരങ്ങൾ നൽകുന്നത് അമേരിക്ക നിർത്തി. ഇതേ സമയത്ത് റഷ്യ അതിഗംഭീരമായ മിസൈൽ ആക്രമണവും ബോംബിങ്ങും യുക്രൈൻ്റെ നേർക്ക് തുടങ്ങും. കഴിഞ്ഞ രാത്രിയിൽ തന്നെ സംഭവിച്ചത് അവിടുത്തെ ഊർജ്ജ കേന്ദ്രങ്ങൾ, അവിടുത്തെ ഗ്യാസ് സെൻറ്റേഴ്സ് ആണെങ്കിലും അതേപോലെ തന്നെ വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രങ്ങളുടെ പുറത്തുമെല്ലാം ഈ ബോംബ് വർഷങ്ങളാണ് നടത്തിയത്. അപ്പോൾ അതികഠിനമായിട്ട് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ മിസൈലുകളെ നിരോധിക്കാൻ പറ്റുന്നില്ല. അതിനൊക്കെ ഇൻ്റലിജൻസ് ആണ് ഏറ്റവും അത്യാവശ്യം. ഇത് ഇൻ്റലിജൻസ് നിർത്തി ഈ ആയുധം നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ സെലൻസ്കിക്ക് അവിടെ യുദ്ധം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല നാറ്റോ അംഗങ്ങൾക്ക് ഒരു പരിധിക്കപ്പുറം ചെയ്യാനും പറ്റത്തില്ല. കാര്യം $65 ബില്യൺ അമേരിക്ക യുക്രൈനിൽ ചെലവഴിച്ചത്. പക്ഷേ 27 രാജ്യങ്ങളടങ്ങുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ആകെ നൽകിയത് 51% മാത്രമാണ്, അല്ലെങ്കിൽ $51 ബില്യൺ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം അമേരിക്കയുടെ പ്രസൻസ് എത്രമാത്രം പ്രസക്തമായിരുന്നു സെലൻസ്കിക്ക് എന്നുള്ളത്. അപ്പോൾ അമേരിക്ക പിന്മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും യുക്രൈൻ്റെ ഡിഫൻസ് അല്ലെങ്കിൽ യുദ്ധം തിരിച്ചടിക്കാനുള്ള ശേഷി ഇല്ലാണ്ടാവുക ചെയ്യും. അതുമാത്രമല്ല ഇപ്പോഴത്തെ ഈ ഘട്ടത്തിൽ കഴിഞ്ഞ അവിടെ വൈറ്റ് ഹൗസിൽ പോയി രണ്ടുപേരും തമ്മിൽ അടിയിട്ടിട്ട് പിരിഞ്ഞതിന് ശേഷം ഫലത്തിൽ ഡൊണാൾഡ് ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക സെലൻസ്കിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയാണ് റഷ്യയോട് ചേർന്നുകൊണ്ട്. കാര്യം റഷ്യയ്ക്ക് അടിച്ച് തകർക്കാൻ വേണ്ടിയുള്ള അവസരം ഉണ്ടായിക്കൊടുത്തു. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞത് സെലൻസ്കി ഹാസ് നോ ചോയ്സ്. അല്ലേ, അയാൾക്ക് വേറൊരു ചോയ്സ് ഇല്ല എന്ന് വ്യക്തമായിട്ട് പറയേണ്ട കാരണം അതാണ്. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് സെലൻസ്കിക്ക് നിവൃത്തിയില്ലായിട്ട് പിന്നെ റെയർ എർത്ത്സിൻ്റെ ധാതുലവണങ്ങളുടെ ഡീലിൻ്റെ ഒപ്പിടാം, അതോടൊപ്പം തന്നെ ഇത് സീസ് ഫയറിലേക്ക് നീങ്ങുന്ന ഒരു കരാർ ഒപ്പിടാമെന്ന് പറയുന്നത്. പക്ഷേ അവിടെയും ഇയാൾ ചില കണ്ടീഷൻസ് പറയുന്നുണ്ട്. ആ കണ്ടീഷൻസ് ഒന്നും പുടിൻ അംഗീകരിക്കാൻ പോകുന്നില്ല. കാരണം സെലൻസ്കിക്ക് ഒന്നും തന്നെ ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എന്താണോ പുടിൻ പറയുന്നത് ആ ഡീല് മാത്രമായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്. മാത്രമല്ല അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ സെക്യൂരിറ്റി ഫോഴ്സസ്, യുക്രൈൻ ആവശ്യമായ സെക്യൂരിറ്റി കവർ കൊടുക്കുക എന്നുള്ള സാധനം അതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആവശ്യം. പക്ഷെ അത് ട്രംപ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ട്രംപ് പറയുന്നത് ഇവിടുത്തെ റെയറസിൻ്റെ ഡീൽ വരികയാണെങ്കിൽ, കാരണം അവരുടെ ആൾക്കാരോട് വരേണ്ടി വരുമല്ലോ, സ്വാഭാവികമായിട്ട് അതിനകത്ത് അണ്ടർസ്റ്റുഡാണ്, അത് എടുത്ത് പറയേണ്ട ആവശ്യമില്ല, ആദ്യം ഡീലാണ് ഉണ്ടാക്കേണ്ടതാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ നിൽക്കുന്നു. അതൊരു വശത്ത്. മറ്റൊരു വശത്ത് വേൾഡ് ഓർഡർ കംപ്ലീറ്റ് മാറി മാറും. ഈ നാറ്റോ എന്നുള്ള സംഗതിയിൽ അമേരിക്ക പുറത്ത് പോയിട്ടില്ല. പുറത്ത് പോകാൻ അവർ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അമേരിക്കൻ പ്രതിനിധിയെ അംബാസഡറിനെ നാറ്റോയിലേക്ക് ഇപ്പം ട്രംപ് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നാറ്റോയിലാകെ ആശയക്കുഴപ്പമുണ്ടായി. മനസ്സിലായില്ലേ? അതായത് യൂറോപ്പിൽ ബ്രിട്ടനും UK-യും ഫ്രാൻസും തമ്മിൽ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് തമ്മിലടിയുന്ന അവസ്ഥയിലേക്ക് വന്നു. രണ്ടുപേരും രണ്ട് വഴിക്കാണ് നീങ്ങുന്നത്. അവർ ഒന്നിച്ച് നിൽക്കുന്നെങ്കിൽ പോലും. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ നമ്മുടെ ഈ ബാക്കിപത്രം നോക്കുമ്പോഴത്തേക്ക് നാറ്റോ അപ്രസക്തമാകുന്നു. അമേരിക്ക യൂറോപ്പ് രണ്ടായിട്ട് മാറും. അതോടൊപ്പം തന്നെ UK-ക്ക് അമേരിക്ക വിട്ടു നിൽക്കാൻ പറ്റില്ല. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം UK-യുടെ ഏറ്റവും ശക്തമായ സഖ്യകക്ഷിയാണ് അമേരിക്ക എന്ന് പറയുന്നത്. അതിലുപരി UK സാമ്പത്തികമായിട്ടും ഒരുപാട് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കണോ. അതെ. പിന്നെ അതുപോലെ തന്നെ ഇവർ യൂറോപ്യൻ UK ആണെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ യൂണിയനും ഇല്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ UK-ക്ക് അമേരിക്കയെ വിട്ട് നിൽക്കാനും പറ്റില്ല. അപ്പോൾ അമേരിക്ക പറയുന്നതനുസരിച്ച് UK-ക്ക് നിൽക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയൻ പറയുന്നത് 600 ബില്യൺ മറ്റേ ഇത് ചെലവഴിച്ച് യൂറോപ്പ് സ്വന്തമായിട്ടുള്ള ഒരു പ്രതിരോധ ശക്തി ഉണ്ടാക്കുന്നുണ്ട്. അതിന് മിനിമം 10 വർഷമെങ്കിലും വേണ്ടി വരും. അപ്പോൾ അത്രയും പൈസ ചിലവാക്കാനായിട്ട് യൂറോപ്പിൽ ഉണ്ടോ എന്നുള്ളത് വിഷയമാണ്. മാത്രമല്ല അങ്ങനെ ചെയ്യുമ്പോൾ യൂറോപ്പിന് സാമ്പത്തിക സഹായം കൊടുത്തോണ്ടിരുന്ന അമേരിക്ക ആണല്ലോ. അതെ. അപ്പോൾ അത് അമേരിക്ക കട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവർക്ക് വീണ്ടും സാമ്പത്തികമായിട്ട് ഇല്ലാണ്ട് വരും. അത് അവരുടെ വികസനത്തെയും ബാധിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ ഒരു വാറിൻ്റെ ഫലമായിട്ടുണ്ടായത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ വിജയമെന്ന് പറയുന്നത് പുടിൻ്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഗോൾസാണ് ശരിക്കും പറഞ്ഞാൽ ഈ യുക്രൈൻ റഷ്യ യുദ്ധത്തിലൂടെ
ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 20% സ്ഥലങ്ങൾ, അതും ധാതു നിക്ഷേപങ്ങളുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ റഷ്യയുടെ കയ്യിലായിട്ടുണ്ട്. അതുപോലും സെലൻസ്കിക്ക് ഈ സൗദി അറേബ്യയുടെ മധ്യസ്ഥത്തിൽ നടക്കുന്ന മറ്റേ ചർച്ചയിൽ ഉന്നയിക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയമാണ്. അത് പുടിൻ വിട്ടുകൊടുക്കാനുള്ള സാധ്യതയും കുറവാണ്. മനസ്സിലായില്ലേ? അപ്പം ഈ രീതിയിൽ ഒരു ജനതയെയും അതുപോലെ ചില ലോകക്രമങ്ങളെയും മാറ്റിമറിക്കുകയും ഒരു ജനതയെ മുഴുവൻ തകർക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ സെലൻസ്കി എന്ന യുക്രൈൻ നേതാവ് ചെയ്തത്. സെലൻസ്കി സ്വന്തം രാജ്യത്തെ തന്നെ ഒറ്റിക്കൊടുത്തെന്ന് പറയുന്ന അവസ്ഥയായി. നശിപ്പിച്ചു കളഞ്ഞു. തീർച്ചയായിട്ടും. എന്നാൽ ഇതിനകത്ത് എന്തൊരു ദുരന്തങ്ങളാണ് ഉണ്ടാവും. കാര്യം നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും റഷ്യ അട്ടിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. കഴിഞ്ഞ രാത്രി തന്നെ 180 മിസൈൽസാണ് വിട്ടിരിക്കുന്നത് ഒറ്റ രാത്രിയിൽ. അപ്പോൾ മാത്രമല്ല ഇത് എവിടെ വീഴും എന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിനെ തടുക്കാൻ പറ്റത്തുള്ളൂ. അത് വേണമെങ്കിൽ ഇൻ്റലിജൻസ് വേണം. ആ ഇൻ്റലിജൻസ് അമേരിക്ക നിർത്തി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോൾ യുക്രൈൻ നേരിടുന്ന യുദ്ധം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും റഷ്യയുടെ ഭാഗത്തു നിന്നുമാണ്. ലോകത്തിലെ 2 വൻ ശക്തികളുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണമാണ് ഇപ്പോൾ സെലൻസ്കി അല്ലെങ്കിൽ ഉക്രൈൻ നേരിടുന്നത്. ആ സാഹചര്യത്തിലാണ് സൗദി അറേബ്യയുടെ മധ്യസ്ഥതയിൽ ഈ പറഞ്ഞതുപോലെ റഷ്യയും മറ്റേ അമേരിക്കയിൽ നിന്നുള്ള ഉക്രൈൻ്റെയും അമേരിക്കയും തമ്മിലുള്ള ആൾക്കാരും റഷ്യയുടെ ആൾക്കാരും തമ്മിലുള്ള ചർച്ച നടക്കാൻ പോകുന്നു. അപ്പോൾ യുക്രൈനിൽ നിന്ന് സെലൻസ്കി തന്നെ ആയിരിക്കുമോ, സെലൻസ്കി റഷ്യക്ക് സ്വീകാര്യമാകുമോ എന്നുള്ള കാര്യമൊക്കെ ഇനി കണ്ടറിയും. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, യുദ്ധത്തിൽ സെലൻസ്കി ഒത്തുതീർപ്പാവുന്നതിനേക്കാൾ ഉപരി സെലൻസ്കി പരാജയം ഏറ്റുവാങ്ങി ഉക്രൈൻ പരാജയപ്പെട്ടു എന്നുള്ളൊരവസ്ഥയിലേക്ക് സംഗതി നീങ്ങുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.